എല്ലാവർക്കും നമസ്കാരം. ഒരു ഐശ്വര്യവതിയായ സ്ത്രീയുടെ, അല്ലെങ്കിൽ ഒരു ആരോഗ്യവതിയായ സ്ത്രീയുടെ, അല്ലെങ്കിൽ ഒരു ഭാഗ്യവതിയായ സ്ത്രീയുടെ, ഇനി അതുമല്ലെങ്കിൽ ഇത് മൂന്നും ഒത്തുചേർന്ന് വരുന്ന ഒരു സ്ത്രീയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വരം മാത്രമോ അല്ലെങ്കിൽ ഈ 3 വരപ്രസാദങ്ങളും ഒരുപോലെ ലഭിച്ചിട്ടുള്ള സ്ത്രീകൾ വളരെയധികമുള്ള നാടാണ് നമ്മുടെ കേരളം. അതെങ്ങനെയാണ് സ്ത്രീകൾക്ക് കിട്ടുന്നതെന്നും അത് കിട്ടിത്തുടങ്ങുമ്പോൾ അവരുടെ ശരീരപ്രകൃതിയിലും സ്വഭാവത്തിലും വരുന്ന പ്രകടമായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇവിടെ ഈ അനുഭവങ്ങളിലൂടെ ശേഖരിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ഈ വിഷയത്തിലൂടെ നിങ്ങളിലേക്ക് പകർന്നു തരാൻ ശ്രമിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ഇത് ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കുക. ഇനിയൊരു പക്ഷേ ഇവിടെ പറയുന്നതിനേക്കാൾ കൂടുതൽ അറിവ് ഈ കാര്യത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദയവായി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അങ്ങനെയാകുമ്പോൾ മറ്റുള്ള ആളുകൾക്കും കൂടി അത് ഉപകാരപ്രദമാകുന്നതാണ്. ശരി, അപ്പോൾ ആദ്യമായി പറയുന്നത്, ഒരു സ്ത്രീയുടെ എല്ലാ ഭാഗ്യങ്ങൾക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരേ ഒരു ഉത്തരം അവൾക്കുള്ള വിദ്യാഭ്യാസം ഒന്ന് മാത്രമാണ് സകല സൗഭാഗ്യങ്ങളുടെയും താക്കോൽ അല്ലെങ്കിൽ എൻട്രൻസ് എന്ന് പറയുന്നത്. അസാധാരണഗതിയിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരുമെന്ന് ജ്ഞാനികളായിട്ടുള്ള ഒട്ടുമിക്ക ആളുകളെല്ലാം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു പുരുഷന് വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന് അങ്ങനെ ആരും ഉറപ്പിച്ച് പറയാറുമില്ല. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ, പൊതുവെ നോക്കിയാൽ ഒരു പുരുഷൻ വിദ്യാഭ്യാസം നേടുമ്പോൾ ആ വ്യക്തി നേടിയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനം ആ വ്യക്തിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നു. നേരെ മറിച്ച് ഈ സ്ഥാനത്ത് ഒരു സ്ത്രീയാണ് വിദ്യാഭ്യാസം നേടുന്നതെങ്കിൽ ആ വിദ്യാഭ്യാസത്തിൻ്റെ സുഗന്ധം തൻ്റെ മക്കളിലേക്കും അതുവഴി സമൂഹത്തിലേക്കും സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് തലമുതിർന്ന ആളുകൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമാണെന്ന് പറയാൻ കാരണം. അതുമാത്രവുമല്ല, ആ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുരുഷൻ്റെ അടിമയാകാതെ സ്വതന്ത്രമായി ചിന്തിക്കാനും തൻ്റേതായ ഒരു വരുമാന മാർഗം തിരഞ്ഞെടുക്കാനും ഒരു വീട്ടമ്മയ്ക്ക് വിദ്യാഭ്യാസം നൽകുന്ന സ്വാതന്ത്ര്യം അതൊന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ അതിസങ്കീർണമായിട്ടുള്ളൊരു സമൂഹത്തിലേക്കാണ് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം, ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജോലി നേടാൻ വേണ്ടി മാത്രമുള്ളൊരു അഭ്യാസമാണ്. അല്ലാതെ പഴയ കാലത്തെ പോലെ വിദ്യാഭ്യാസം കൊണ്ട് ഒരുവൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തുകയും വേണം, അതോടൊപ്പം തന്നെ തനിക്ക് ആത്മജ്ഞാനം ഉണ്ടാവുകയും വേണം. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ അമ്പേ മാറിയിരിക്കുന്നു. പക്ഷേ ഇതിൽ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. പറയാൻ കാരണം, ഒരു ജോലി സമ്പാദിക്കാതെ ഉപജീവനം സാധ്യമാകില്ല എന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായും ഈ അഭ്യാസം ചെയ്യാൻ മനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഓരോരുത്തരും സ്വയം നിർബന്ധിതരാകുകയാണെന്ന് പറയുകയാണ് കൂടുതൽ ശരി. മുൻപ് പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് ആത്മജ്ഞാനം എന്ന ആ ഒരു ലക്ഷ്യം കൂടി വിദ്യാഭ്യാസത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ആത്മഹത്യകൾ കുറവായിരുന്നു, ഭീരുക്കൾ കുറവായിരുന്നു, ചതിയും വഞ്ചനയും ഒന്നും ഉണ്ടായിരുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ പേരിന് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ ടെൻഡൻസി എല്ലാം കൂടി വരുന്നതല്ലാതെ ഇതിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത് ഇത് വിദ്യ കൊണ്ടുള്ള ഒരു അഭ്യാസം മാത്രമാണെന്ന് പറയാൻ കാരണം. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, കാലത്തിനൊപ്പം കോലം മാറുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനോട് ഒത്തുചേർന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മറ്റ് പ്രധാനപ്പെട്ട പോയിന്റുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത്, ഐശ്വര്യവതിയായിട്ടുള്ള ഒരു സ്ത്രീ വീടിൻ്റെ വിളക്കും നെടുന്തൂണുമാകുന്നു. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണത്. വാസ്തവത്തിൽ ഈ പറഞ്ഞതിനും വിദ്യാഭ്യാസം കൂടിയേ തീരൂ. അതായത് വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, എന്ന് വെച്ചാൽ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ അവരോട് പെരുമാറണം. എന്നാൽ കുടുംബത്തിലെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളോട് ഇടപെടുമ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് പരിഗണന കൊടുത്തു വേണം അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവിടെ ഈ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ അത്ര നിസ്സാര കാര്യമല്ല. പറയാൻ കാരണം, അത് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. ഇത് താളപ്പിഴ കൂടാതെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബിനിക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു കുടുംബം ഒച്ചപ്പാടും ബഹളവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇത് അവരുടെ ഒരു സവിശേഷത തന്നെയാണ്, ഇതിൽ യാതൊരുവിധ തർക്കവുമില്ല.
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഉത്തമ കുടുംബിനിക്ക് നല്ല മനസാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വീടിനകത്താണെങ്കിലും ശരി, ഇനിയിപ്പോൾ പബ്ലിക് പ്ലേസിലാണെങ്കിലും ശരി, ഒരു മനഃശാഞ്ചല്യം അകന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ അച്ചടക്കമുള്ള ഒരു സ്ത്രീ തനിക്ക് അത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും യാതൊരു കാരണവശാലും അസഭ്യ ചുവയുള്ള തെറ്റായൊരു വാക്ക് ഒരിക്കലും സംസാരിക്കില്ല. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് റെസ്പെക്റ്റ് നിലനിർത്തുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി കാണുകയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ട കരുതലുകൾ എടുക്കാനായിട്ട് ഭർത്താവിനെ യഥാസമയം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞാൽ മുതിർന്ന ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ ശബ്ദം താഴ്ത്തിയാണ് ഇവർ സംസാരിക്കുന്നതെങ്കിൽ പോലും ആ സംസാരിക്കുന്ന കാര്യങ്ങൾ നല്ല അർത്ഥവത്തായിട്ടുള്ള വാക്കുകളായിരിക്കും ഇവർ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും ഒരു പുരുഷൻ്റെ വാക്കുകളേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇവരുടെ വാക്കുകൾക്ക് സദസ്സിൽ വിലയുണ്ടായിത്തീരുന്നതാണ്. പ്രത്യേകം ഓർക്കുക, നമ്മളീ പറയുന്നതെല്ലാം ഒരു ഉത്തമ സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഉത്തമ കുടുംബിനിയുടെ ലക്ഷണങ്ങളാണ്. നേരെ മറിച്ച് എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഇവരിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അയൽവകക്കാരോടും നല്ലൊരു കണക്ഷൻ എപ്പോഴും നിലനിർത്തി മാത്രമേ ഇവരുടെ ജീവിതം ഇവർ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ഇത് പറയാൻ കാരണം മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ മോശക്കാരാണെന്ന് പറയിക്കാനായിട്ട് ഒരു നിസ്സാര കാര്യം മതി. എന്നാൽ ആ വ്യക്തി വളരെ നല്ല ക്യാരക്ടറാണെന്ന് മറ്റുള്ള ആളുകൾ പറയണമെങ്കിൽ ആ സ്ഥാനത്ത് 100 നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥ ഇവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ദൈനംദിന പ്രവർത്തികളിൽ ഇവർ നല്ല ജാഗരൂകരായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഈ കുടുംബിനികൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു വരദാനമാണ് അന്നപൂർണേശ്വരി ഭാവം എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ചും ഇന്നത്തെ കുട്ടികളിൽ അന്യം നിന്നു പോകുന്ന ഒരു രീതിയാണ്. അതായത് അമ്മയുടെ ആ കൈപുണ്യം അതേ രീതിയിൽ തന്നെ പെൺമക്കളിലേക്ക് കിട്ടണമെങ്കിൽ അതിനൊന്നാമതായി വേണ്ടത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. രണ്ടാമതായി വേണ്ടത് ക്ഷമയും ശ്രദ്ധയുമാണ്. എങ്കിൽ മാത്രമേ പാചകം എന്ന ആ ഒരു കല അങ്ങനെ തന്നെ ഇങ്ങോട്ട് പകർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഹോട്ടലുകൾ ഈ ഡെലിവറി ബോയ്കളെ വെച്ചുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഭക്ഷണം നിമിഷ നേരം കൊണ്ട് തന്നെ വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു പണിയും ചെയ്യേണ്ട, അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ പല തിരക്കുകളും ഉള്ളപ്പോൾ ഇതൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് കൂടുതൽ ശരി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് നീതിബോധം എന്ന് പറയുന്നത്. ഇത് മക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പറയാൻ കാരണം ഒരു കുട്ടിയുടെ മാതാപിതാക്കളിൽ വെച്ച് മാതാവിൽ നിന്നാണ് കുട്ടികൾ നീതിബോധം എന്താണെന്ന് പഠിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമ്മയാണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല, എന്നാൽ ഇത് നീ നിർബന്ധമായി ചെയ്യുകയും വേണം. ഈ പറഞ്ഞ ഡു ഓർ ഡോണ്ട് ചെറുപ്പത്തിലെ കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിച്ചെടുക്കുന്നത് മക്കളുടെ അമ്മ തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇങ്ങനെ ഈ പറഞ്ഞ ശിക്ഷണമില്ലാത്ത കുട്ടികൾ റജ്ജുവായി നേരെ മുകളിലേക്ക് വളരില്ല. അവർക്ക് വളർച്ചയുടെ ഘട്ടങ്ങളിൽ ബെൻഡുണ്ടായിത്തീരുന്നതാണ്. ഇത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വളഞ്ഞു കിടന്ന് മൂത്തത് പിന്നെ നേരെയാകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതൊരു സ്ത്രീകളിലോ അല്ലെങ്കിൽ കുടുംബിനിയിലോ ആണ് കാണുന്നതെങ്കിൽ ആ സ്ത്രീ ഒരു സമ്പൂർണ്ണ സ്ത്രീയാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചില്ലെങ്കിലും അവനവനെ കൊണ്ടാകുന്നത് പകർത്തിയാൽ തന്നെ അത്രയും ജീവിതം മെച്ചപ്പെടുമെന്ന് തന്നെയാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയാൻ സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ അതിപുരാതന ശാസ്ത്രത്തിൽ ആരോഗ്യവതിയായിട്ടുള്ളൊരു സ്ത്രീയുടെ പ്രഥമ ലക്ഷണം എന്താണെന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതേക്കുറിച്ചുകൂടി ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഒരു സ്ത്രീക്ക് തൻ്റെ നെഞ്ചളവിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും നിതംബമടക്കമുള്ള അരക്കെട്ടിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. എന്നാൽ ഒരു ആരോഗ്യവാനായ പുരുഷൻ്റെ ലക്ഷണം ഇതിന് നേരെ തിരിച്ചുമാണ്. അപ്പോൾ ശരി, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.